അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ നഹ്മദുക യാ മൻ ഔളഹ്ത ലനാ സുബുലൽ ഹിദായ വഅർശദനാ ഇലാ തരീഖിൽ ഇസ്ലാം വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ലോകത്തെമ്പാടും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും ഓൺലൈൻ റേഡിയോ സംവിധാനങ്ങൾ വഴിയും ഈ മഹത്തായ ശ്രമം, ഈ മഹത്തായ സംരംഭം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ലോകത്തെമ്പാടും നൂറ്റാണ്ടുകളായി ഇസ്ലാമിനെതിരിൽ വിവിധ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഓരോ ശ്രമങ്ങളുടെയും ലക്ഷ്യം ഇസ്ലാം എന്ന ദർശനത്തെയും ആശയത്തെയും പൂർണ്ണമായും നശിപ്പിക്കലും അതിനെ ഇല്ലാതാക്കലുമാണ്. ആ ശ്രമങ്ങൾക്ക് വ്യത്യസ്തമായ ഫ്രെയിമുകൾ ചരിത്രത്തിലുടനീളം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. കൊന്നുതള്ളി ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട്. അധിനിവേശങ്ങളുടെ സാധ്യതകൾ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് ഇസ്ലാമിക വേഷം ധരിച്ച ചാരന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ വറകുകൊള്ളികളെ കിട്ടുമോ എന്ന സാധ്യതകൾ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിൽ വ്യത്യസ്ത ബ്ലോക്കുകൾ സൃഷ്ടിച്ച് ആശയ വൈജാത്യങ്ങളും വൈരുദ്ധ്യങ്ങളുമുള്ള ചേരികളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അതാണ് ഇസ്ലാം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ബഹുമാനനായ ഗുരുനാഥൻ അബൂബക്കർ സലഫി സൂഫിസത്തെയും അനുബന്ധ കാര്യങ്ങളെയും സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു നിർത്തി. ഇതിൻ്റെ എല്ലാം ഇടയിൽ വളരെ മനോഹരമായി ഇസ്ലാമിൻ്റെ ശുദ്ധ ഇസ്ലാമിനെ, യഥാർത്ഥ ഇസ്ലാമിനെ സമൂഹത്തിന് കൈമാറുന്ന മഹാദൗത്യമാണ് യഥാർത്ഥത്തിൽ സലഫിയത്ത് എന്ന കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ, സമൂഹങ്ങൾ ഏത് കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. സലഫിയത്ത് എന്നത് ഓരോരുത്തർക്കും അവരുടെ ഇസ്ലാമിൻ്റെ അളവനുസരിച്ചുണ്ടാകുന്ന യോഗ്യതയാണ്. ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും എല്ലാ വിഷയത്തിലും സലഫികളായിക്കൊള്ളണമെന്നില്ല. എന്നല്ല, ആകാത്ത സാഹചര്യങ്ങളുണ്ടാകും. ചില ആളുകൾ നാവുകൊണ്ട് സലഫിയായിരിക്കും, എന്നാൽ അയാളുടെ സ്വകാര്യ ജീവിതം സലഫി ആയിക്കൊള്ളണമെന്നില്ല. അയാൾക്ക് വീഴ്ചകൾ സംഭവിക്കാം. അഥവാ സലഫികളുടെ രാവ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല. എന്തുതന്നെയായാലും സലഫിയത്തിൻ്റെ നേരെ ആക്രമണങ്ങളും ടാർജറ്റുകളും കുറച്ച് കാലമായി യഥാർത്ഥത്തിൽ തിരിഞ്ഞിരിക്കുന്നു. 2004 കാലഘട്ടത്തോടു കൂടെ അമേരിക്കയിൽ നിന്ന് ഈ രംഗത്ത് ചില പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുകയും തീവ്രവാദം എന്നത് എങ്ങനെ, ജിഹാദി എന്നത് എങ്ങനെ കോയിൻ ചെയ്തോ, എങ്ങനെ ട്യൂൺ ചെയ്തോ, അതേ അർത്ഥത്തിൽ സലഫിയത്ത് എന്നത് ട്യൂൺ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ആളുകൾക്ക് വടി കൊടുക്കുന്ന നിലക്കുള്ള പരാമർശങ്ങളും പദപ്രയോഗങ്ങളും ഒരിക്കലും ഒരാളുടെയും അരികിൽ നിന്നുണ്ടായിക്കൂടാ. ഇസ്ലാമിക പ്രമാണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് ഓരോ നാടിൻ്റെയും സാഹചര്യത്തിൻ്റെയും വ്യക്തികളുടെയും സന്ദർഭത്തിൻ്റെയും അവസ്ഥക്ക് അനുഗുണമായ രീതിയിൽ വളരെ ദീർഘക്കണ്ണോടുകൂടെ കാര്യങ്ങൾ സംസാരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്ന വാചകങ്ങളെ അടർത്തിയെടുക്കുകയും അതിനെ അവരുദ്ദേശിക്കാത്ത അർത്ഥത്തിലും സാഹചര്യത്തിലും വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായിക്കൂടാ. ആകെക്കൂടെ ചില ആളുകൾ പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നുക സലഫിയത്ത് എന്നാൽ ആകെ വീർപ്പിച്ച് സമൂഹത്തിൻ്റെ ഒരു മൂലയിൽ ഒരു സന്യാസിയെപ്പോലെ ഒരു തസ്ബീഹ് മാലയും പിടിച്ച് കേവലം ചില ചിഹ്നങ്ങളിലും കേവലം ചില കാര്യങ്ങളിലും മാത്രം പരിമിതപ്പെട്ട ഒരു വരണ്ട തത്വശാസ്ത്രമാണ് എന്നതാണ്. ചിഹ്നങ്ങൾക്ക് ഇസ്ലാം അതിമഹത്തായ സ്ഥാനം നൽകിയിട്ടുണ്ട്. അതിനെ ആ അർത്ഥത്തിൽ തന്നെ കാണേണ്ടതുമുണ്ട്. യഥാർത്ഥത്തിൽ സലഫിയത്ത് ഒരിക്കലും വിദ്വേഷമോ ആളുകൾക്ക് നേരെയുള്ള വിദ്വേഷത്തിൻ്റെ പ്രതിഷേധ പ്രയോഗങ്ങളോ അല്ലെങ്കിൽ വെട്ടിനുറുക്കലുകളുടെയും മുറിച്ചുമാറ്റലുകളുടെയും മാത്രം കാര്യമോ അല്ല. ഇസ്ലാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ചേർക്കലുകളെക്കുറിച്ചാണ്. ചേർത്തുവെക്കലുകളെക്കുറിച്ചും ഒന്നിപ്പിക്കലുകളെക്കുറിച്ചും ഒരുമിച്ച് കൊണ്ടുപോകലുകളെക്കുറിച്ചുമാണ്. ഇസ്ലാം മനുഷ്യനെ കണ്ടപ്പോൾ വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും ഫ്രെയിമുകളിലോ ബ്ലോക്കുകളിലോ നിർത്തിയല്ല കണ്ടത്. വലഖദ് കറംനാ ബനി ആദം,
ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നുവെന്നാണ്. ഏത് കാലത്തും ഏത് സമൂഹത്തിലും ഏത് രീതിയിലും ജീവിച്ച് മുന്നോട്ട് പോകുന്ന മുഴുവൻ മനുഷ്യരെയും നാം ആദരിച്ചിരിക്കുന്നു എന്നാണ്. മാത്രമല്ല, മാതാവിൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ നിമിഷങ്ങളിലെ ബന്ധങ്ങളിൽ നിന്ന് അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി നീങ്ങുന്ന ഭൂമിയിൽ ജനിക്കാനിരിക്കുന്ന കോടിക്കണക്കിന് XS ക്രോമസോമുകളുടെയും XY ക്രോമസോമുകളുടെയും സെക്യൂരിറ്റി ഉറപ്പുവരുത്തിയ മതമാണ് ഇസ്ലാം. അവിടെ ജാതിയും മതവും വേർതിരിച്ച ഉറപ്പുവരുത്തലല്ല യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത്. മനുഷ്യൻ്റെ ജന്മാവകാശത്തിന്, മനുഷ്യന് ജനിക്കാനുള്ള അവകാശത്തിന് വളരെ ശക്തമായി വാദിക്കുകയും അങ്ങനെ ആ ഒരു വാദം സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്ത മതമാണ് ഇസ്ലാം. വലാ തഖ്തുലു ഔലാദുക്കും മിൻ ഇംലാഖ്, നിങ്ങൾ ദാരിദ്ര്യം പേടിച്ചുകൊണ്ട്, പോപ്പുലേഷനെ സംബന്ധിച്ച്, ജനസംഖ്യാ വർധവനെ സംബന്ധിച്ച് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കരുത് എന്ന് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചു. 1,25,000-ത്തിലധികം ഭ്രൂണഹത്യകൾ എല്ലാ ദിവസവും നടക്കുന്ന ലോകക്രമത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. 1,25,000-ത്തിലധികം അബോർഷനുകൾ ലോകത്ത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഓരോ അബോർഷനുകൾക്കുമെതിരിൽ 14 മുമ്പ് സംസാരിച്ച് അവിടെ ജാതിയും മതവും വേർതിരിക്കാതെ ഭ്രൂണമാകുന്ന ഗർഭഗ്രഹത്തിൽ ജീവൻ്റെ തുടിപ്പായി ജീവിക്കാൻ ആരംഭിക്കുന്ന, പിറന്നു വീണതിൻ്റെ ശേഷം തുമ്പിയെ പിടിക്കാൻ അല്ലെങ്കിൽ കളിമുറ്റത്ത് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഇസ്ലാം സെക്യൂരിറ്റി കൊടുത്തു. അതുകൊണ്ട് തീർന്നില്ല. ആ ഗർഭഗ്രഹത്തിൽ കിടക്കുന്ന ആളുകളെ ശുദ്ധിയും അശുദ്ധിയും അതേപോലെ തന്നെ ചില മതങ്ങളിലൊക്കെ പഠിപ്പിക്കപ്പെട്ടതുപോലെ എന്താ പറയുക, ജന്മപാപം ഏറ്റിക്കൊണ്ട് പിറക്കുന്നവനായിട്ടല്ല ഇസ്ലാം പഠിപ്പിച്ചത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഒരു അമുസ്ലിം സ്ത്രീയുടെ, ഒരു ക്രിസ്ത്യൻ സ്ത്രീയുടെ, ഒരു ഹൈന്ദവ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്ന കുഞ്ഞും അവൻ ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത് എന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു. പിന്നെ അവരുടെ മാതാപിതാക്കളാണ് അവർക്ക് ജാതിയും വർണ്ണവും വർഗവും വെക്കുന്നത് എന്നും ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുകയാണ്. ചരിത്രത്തിൽ വളരെ വ്യക്തമായി ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കിയത് യഥാർത്ഥത്തിൽ ഇസ്ലാമാണ്. ഓരോ കുഞ്ഞും ജനിച്ചു വീഴുമ്പോൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലെ പാക്ക്ഡ് ഫുഡുകൾക്ക് പകരം മനുഷ്യപ്രകൃതിയിൽ മാതാവിൻ്റെ മാറിടത്തിൽ അവനു വേണ്ടി ഒരുക്കി വെച്ച ഭക്ഷണം അവന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള, ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഭാഗമായി പിറക്കുന്നവർക്ക് മാത്രമുള്ളൊരു കാര്യമായിട്ടല്ല യഥാർത്ഥത്തിൽ പഠിപ്പിക്കപ്പെട്ടത്. വൽ വാലിദാതു യുർലഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ, പൂർണ്ണമായ 2 വർഷങ്ങൾ അവർക്ക് നിങ്ങൾ സാധ്യമാകുന്ന ആളുകളൊക്കെ ആ നിലക്ക് തന്നെ ഭക്ഷണം നൽകണമെന്ന് ഇസ്ലാം കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അത് പ്രവാചക നിയോഗമനത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ അത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനിച്ച് ജീവിച്ചൊരു കുട്ടിക്ക് വ്യത്യസ്ത നിറങ്ങളും വ്യത്യസ്ത വർണ്ണങ്ങളും വ്യത്യസ്ത രൂപങ്ങളും വ്യത്യസ്ത ഭാവങ്ങളും ഉണ്ടാകും. ഇസ്ലാം മനുഷ്യനെ ഓർമ്മിപ്പിച്ചത് യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ജനങ്ങളെ നാം സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങളെ ഗോത്രങ്ങളും ഉപഗോത്രങ്ങളും ജാതികളും ഒക്കെയാക്കി തിരിച്ചത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന അടിമവർഗത്തിൽപ്പെട്ട കറുത്ത മനുഷ്യനെയും സൽമാനുൽ ഫാരിസി എന്ന വെളുത്ത മനുഷ്യനെയും ഒരുമിച്ച് ചേർത്ത് നിർത്തി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരിത്രത്തിൽ മുന്നോട്ട് പോയതിൻ്റെ ചിത്രം നമുക്കറിയാം. ഒരു വേള കറുത്ത വർഗക്കാർക്ക് വേണ്ടി പ്രത്യേക ചർച്ചകളും വെളുത്ത വർഗക്കാർക്ക് വേണ്ടി വേറെ ചർച്ചകളും ഉണ്ടായിരുന്ന ലോകക്രമത്തിൽ തീർച്ചയായും ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ ഈ ആയത്തുകൾ കൂടുതൽ നന്നായി വായിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന വർണ്ണവെറിയുടെ സാഹചര്യങ്ങൾ, ഇന്നും ദളിത് വർഗം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ഇന്നും ചുട്ടേരിക്കപ്പെടുന്ന ദളിത് ബാല്യങ്ങൾ, അവരെ മുഴുവൻ മോചിപ്പിക്കാനും അവർക്ക് മുഴുവൻ സുരക്ഷിതത്വം കൊടുക്കാനും യഥാർത്ഥത്തിൽ ശക്തമായി ശബ്ദിച്ച മതമാണ് ഇസ്ലാം. ആ മതമാണ് ശുദ്ധ പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന സലഫികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ പഠിച്ചും വായിച്ചും യഥാർത്ഥത്തിൽ പോന്നിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യൻ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ധരിച്ചതുപോലത്തെ വസ്ത്രം അദ്ദേഹത്തിൻ്റെ അടിമയെയും ധരിപ്പിച്ചത് കണ്ടപ്പോൾ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. അതിൻ്റെ കാരണം പറഞ്ഞു, സാബബത്തു, ഞാൻ ചീത്ത പറഞ്ഞു, ഞാൻ തെറ്റായ ചില പ്രയോഗങ്ങൾ നടത്തിയ ഒരു വ്യക്തിയോട്. ആരാ വ്യക്തി? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കരഞ്ഞു കലങ്ങിയ കണ്ണ് കണ്ടപ്പോൾ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി ബിലാൽ? പറഞ്ഞു, അബൂദർ അൽ ഗിഫാരിയെ ചൂണ്ടിയിട്ട് പറഞ്ഞു, അദ്ദേഹം എൻ്റെ ഉമ്മയെ ചീത്ത വിളിച്ചു, ഞാൻ കറുത്ത സ്ത്രീയുടെ മോനാണ് എന്ന പ്രയോഗം അദ്ദേഹം നടത്തി. റസൂലുള്ളാഹി അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു എന്താണെന്നറിയോ? ഇന്നകുംറുഉം ഫീക ജാഹിലിയ, നിന്നിൽ ജാഹിലിയത്ത് ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് എന്നാണ്. ഇങ്ങനെയാണ്
അനുയായികളെ പ്രവാചകൻ പഠിപ്പിച്ചത്. ബിലാൽ റളിയല്ലാഹുവിന്റെ അരികിൽ ചെന്ന് അബൂദർ അൽ ഗിഫാരി മുഖം വെച്ചു കൊടുക്കുകയാണ് മണ്ണിൽ. എൻ്റെ മുഖത്ത് ചവിട്ടിയിട്ട് ഞാൻ ചെയ്ത തെറ്റിനുള്ള പ്രതിക്രിയ എനിക്ക് ചെയ്തു തരണം എന്നാവശ്യപ്പെടുന്നത് ചരിത്രത്തിൽ സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാം വർണ്ണവെറിയിൽ നിന്നും പൂർണ്ണമായും മുക്തമാക്കിയ ഒരു ലോകക്രമത്തെയാണ് യഥാർത്ഥത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. മാത്രമല്ല, ആളുകളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് വേദഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. നമസ്കാരത്തെയും സക്കാത്തിനെയും കുറിച്ച് പറയുന്നതിൻ്റെ മുമ്പ് വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നല്ല നിലയിൽ വർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്നിട്ടോ വാഖീമുസ്സല, നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും വേണം. വാതു സക്ക, നിങ്ങൾ സക്കാത്ത് കൊടുക്കുകയും വേണമെന്നാണ്. അപ്പോൾ ഒരു വ്യക്തി ജനിക്കാനുള്ള അവകാശം മുതൽക്ക് ജനിച്ചതിൻ്റെ ശേഷം അവൻ്റെ ഭക്ഷണത്തിൻ്റെ ആദ്യാവകാശം മുതൽക്ക് വർണ്ണവെറിയിൽ നിന്ന് മുക്തമായ ജീവിതക്രമം മുതൽക്ക് പരിപാലിച്ചു പോകുന്ന ഇസ്ലാം. അതുകൊണ്ട് ഓരോരുത്തരുടെയും അഭിമാനത്തെ അത്രയും ശക്തമായി പരിഗണിക്കുകയും ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ പരിപാലിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്തൊരു മതത്തെ അതിൻ്റെ പ്രമാണങ്ങളനുസരിച്ച് നിഷ്ഠയോടുകൂടെ ജീവിക്കുന്ന മുസ്ലിമിന് അവൻ്റെ സംസാരത്തിലും രീതിയിലും ഒക്കെ കൃത്യമായ ക്രമങ്ങളുണ്ടാകും. അയൽവാസിയായ SC/ST-കാരനെ വിളിക്കുമ്പോൾ എത്ര പ്രായം ചെന്ന ആളാണെങ്കിലും അയാളെ പേര് വിളിക്കുന്ന, അയാളെ നീ എന്ന് വിളിക്കുന്ന രീതി ഒരിക്കലും ഒരു സലഫി സ്വീകരിക്കുകയില്ല. അയാൾ പ്രായം കൂടിയ ആളാണ്, അയാളെ പ്രായം മാനിക്കും. അയാൾ ജനിച്ച സമൂഹമോ അയാൾ ജീവിക്കുന്ന സാഹചര്യങ്ങളോ ഇവിടെ പ്രധാനമല്ല. മനുഷ്യൻ എന്ന നിലക്ക് അദ്ദേഹത്തിന് നൽകേണ്ട അംഗീകാരങ്ങളെയും പവിത്രതകളെയും നൽകുക തന്നെ ചെയ്യും. കിലോമീറ്ററുകൾക്കപ്പുറത്ത് പോലും ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിൻ്റെ സുരക്ഷിതത്വം ഇസ്ലാം ഉറപ്പുവരുത്തുന്നു. ഗീബത്തിനെയും നമീമത്തിനെയും സംബന്ധിച്ച് പറയുന്നിടത്ത് പരദൂഷണങ്ങൾ, വ്യക്തികളുടെ അഭിമാനത്തിൻ്റെ നേരെയുള്ള കയ്യേറ്റ ശ്രമങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ്റെ പച്ചമാംസം തിന്നാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ്. അതിന് അത്രത്തോളം ഗൗരവതരമായി കണ്ടുകൊണ്ടാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, പരസ്പരമുള്ള സാമൂഹിക ജീവിതത്തിൽ സ്വാഭാവികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അവിടെ ഒറ്റപ്പെട്ടൊരു മൂലയിൽ പോയി ജീവിക്കാൻ വേണ്ടിയല്ല ഇസ്ലാം പറഞ്ഞത്. ഓരോ വ്യക്തികളും കൂടി ഒരുമിച്ച് ജീവിക്കുകയും എന്നാൽ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന മുഴുവൻ തിന്മകളെയും മാറ്റി നിർത്തുകയും ചെയ്യുന്നവനെ മഹത്തരമായി കണ്ടു. ഒരു മനുഷ്യൻ അവനാണ് ഏറ്റവും യോഗ്യൻ. യസ്ബിറു അലാ അദാഹും, സമൂഹത്തിൽ ജീവിക്കുകയും സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സമൂഹത്തിലെ ഹറാമുകൾ, സമൂഹത്തിലെ നിഷിദ്ധങ്ങൾ, അവക്കിടയിൽ അതിൽ നിന്നെല്ലാം സ്വന്തം മനസ്സിനെയും കണ്ണിനെയും മസ്തിഷ്കത്തെയും ശുദ്ധീകരിച്ചുകൊണ്ട് അവരെ നന്നാക്കുന്ന പ്രക്രിയകളിൽ ഇടപെടുന്ന മുസ്ലിമാണ് യഥാർത്ഥ മുസ്ലിമെന്നും, അല്ലാതെ സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടി ജീവിക്കുന്നവനല്ല യഥാർത്ഥ ഏറ്റവും പുണ്യം ലഭിക്കുന്ന മുസ്ലിമെന്നും വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളെ വിശദീകരിച്ചുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു സാമൂഹിക ഘടനയിൽ ജീവിക്കുന്ന മുസ്ലിമിനോട് ഖുർആൻ പറയുന്നു, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅരിദ് അനിൽ ജാഹിലീൻ, നീ വിട്ടുവീഴ്ചയുടെ മാർഗം സ്വീകരിക്കുന്നവനാകണം, ജാഹിലുകളെ നീ അവഗണിക്കുകയും ചെയ്യണമെന്നാണ്. വിട്ടുവീഴ്ചയുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചത് അടക്കമുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും ഇവിടുത്തെ എല്ലാ സമൂഹങ്ങൾക്കും വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കണ്ടെടുത്ത് വെച്ച് കൊല്ലണം, അതല്ലെങ്കിൽ അവനെ വെട്ടി നുറുക്കണം, അവനെ റോഡിൻ്റെ സൈഡിലേക്ക് ചവിട്ടി മാറ്റണം എന്നൊക്കെ പറയുന്നവർ കാഫിര്യങ്ങളെ കണ്ടാൽ, പച്ച കാഫിറിനെ കണ്ടാൽ ആ നിലക്ക് കൈകാര്യം ചെയ്യണം എന്നൊക്കെ കോണ്ടെക്സ്റ്റുകളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് കാര്യങ്ങളെ അടർത്തിയെടുത്തു പറയുന്നവർ, കണ്ടെടുത്തു വെച്ച് കൊല്ലാനുള്ള വിധി കൽപ്പിച്ച ആളാണ് പ്രവാചകനെന്ന് വിശ്വസിക്കുന്നവർ വായിക്കേണ്ട സംഭവമാണ്. ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകന്റെ അരികിൽ എത്തുകയും വാളെടുത്ത് തട്ടി ഉണർത്തി, ഈ വാളിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കുന്നു ചോദിച്ചപ്പോൾ അല്ലാ, ആ വാചകത്തിൻ്റെ മുമ്പിൽ വാള് താഴെ വീണു. ആ വാളെടുത്ത് നിന്നെ ആര് രക്ഷിക്കും എന്ന് ചോദിച്ച് നിങ്ങളെ എന്നെ രക്ഷിക്കാനുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ യാതൊരുവിധ പ്രതിക്രിയയും ചെയ്യാതെ അയാളെ പിരിച്ചുവിട്ട ചരിത്രം നമുക്കറിയാം. മാത്രമല്ല, താൻ സ്നേഹിച്ച നാട്ടിൽ നിന്ന് തന്നെ ആട്ടിയോടിച്ചവർക്ക് മക്കം ഫത്തഹിൻ്റെ അന്ന് മാപ്പ് കൊടുത്ത പ്രവാചകന്റെ ചരിത്രം അത് പഠിച്ചവരാണ് സലഫികൾ. അറുകൊലകൾ നടത്തിയ, ആട്ടിയോടിച്ച, ഒരു രാവിൻ്റെ മറവിൽ സ്നേഹിക്കുന്ന രാജ്യത്ത് നിന്ന് രക്ഷപ്പെടേണ്ടി വന്ന പ്രവാചക തിരുമേനിക്ക് അധികാരം സമ്പൂർണ്ണമായി കിട്ടിയപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ സ്വീകരിച്ച രീതി നമുക്കറിയാം. മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അരികിൽ
യുദ്ധ തടവുകാരായി കിട്ടിയ ആളുകളെ കിട്ടിയപ്പോൾ ആ യുദ്ധ തടവുകാരെ തടഞ്ഞു വെച്ച സ്ഥലത്ത് പോയി പ്രവാചകൻ പറയാണ്, അവരോട് നിങ്ങൾ മാന്യമായി പെരുമാറണമെന്ന്, അവരോട് നിങ്ങൾ മാന്യമായി വർത്തിച്ച് മുന്നോട്ട് പോകണമെന്ന്. നീതിയുടെ ഏറ്റവും വലിയ പാഠങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്തി, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകണം വിശ്വാസികളെ. വലാ യജ്രിമന്നകും ശനാനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹിയ അഖ്റബു ഹുവ അഖ്റബു ലിത്തഖ്വ. ഒരിക്കലും മറ്റൊരു സമൂഹത്തോടുള്ള വിദ്വേഷം, വ്യക്തികളോട് അതിക്രമം ചെയ്യാൻ നിങ്ങൾക്ക് കാരണമാകരുത്. അവൻ ഒരു സമൂഹത്തിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് ആ സമൂഹത്തിലേക്ക് അവനെ ചേർത്ത് നിർത്തി പറയാ. നമ്മുടെ നാടിൻ്റെ ഒരു കൾച്ചറാണത്. ഒരു വ്യക്തിക്ക് പറ്റിയ പിഴവ് ആ വ്യക്തിയിൽ നിന്ന് അദ്ദേഹമുള്ള കൂട്ടായ്മയിലേക്കും ആ കൂട്ടായ്മയിൽ നിന്ന് അദ്ദേഹമുള്ള സമൂഹത്തിലേക്കും ചേർത്തി പറഞ്ഞ് മുന്നോട്ട് പോകുന്ന രീതി എവിടെയും സലഫികൾ പഠിച്ചിട്ടില്ല, എവിടെയും പഠിപ്പിച്ചിട്ടില്ല. അത് ഇസ്ലാമിൻ്റെ മാർഗവുമല്ല എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. മാത്രമല്ല, ബന്ധവിച്ഛേദങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിലർക്ക് ചർച്ച ചെയ്യാനുള്ളത്. ബന്ധവിച്ഛേദങ്ങളെക്കുറിച്ച് മാത്രം ഇസ്ലാം പ്രകടിപ്പിച്ച വിഷയാധിഷ്ഠിതമായ വിയോജിപ്പുകളെ പർവ്വതീകരിക്കുകയും ഇസ്ലാം പഠിപ്പിച്ച ബന്ധം ചേർക്കലുകളെ അത് മാറ്റി നിർത്തി സംസാരിക്കുകയും ചെയ്യുന്ന രീതി നോക്കൂ നിങ്ങൾ. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമ. വല്ലാത്ത വാചകങ്ങളാണത്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട കടമ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൻ്റെ കൂടെ എണ്ണിപ്പറഞ്ഞു. വാർദ്ധക്യത്തിൽ അവരെത്തുമ്പോൾ അവരോട് ചെയ്യുന്നു പോലും പറയരുത്. അവരുടെ ചാരച്ചിരിഞ്ഞ് അവരുടെ ചുളിഞ്ഞ ശരീരത്തിൽ തടവിക്കൊടുത്ത് അവർക്ക് നിങ്ങൾ ആശ്വാസം പകരുന്ന സാഹചര്യം ഉണ്ടാകണം. അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന സ്റ്റീറോയിഡിനെക്കാളും പെയിൻ കില്ലറെക്കാളും അത് ആശ്വാസം പകരുന്ന കാര്യം നിങ്ങളുടെ നല്ല വാക്കുകളായിരിക്കും. അവരോടൊരിക്കലും നിങ്ങൾ കയർത്ത് സംസാരിക്കരുത്. നിങ്ങളുടെ നന്മയുടെ ചിറകുകൾ അവർക്ക് വേണ്ടി നിങ്ങൾ വിടർത്തിക്കൊടുക്കണം എന്നെല്ലാം കൃത്യമായി ഇസ്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അമുസ്ലിമായ മാതാപിതാക്കൾക്ക് പോലും ബാധകമാണ്. മഹാനായ പ്രവാചകന്റെ അരികിൽ ഒരു സ്ത്രീ വരികയാണ്. എന്താ, എൻ്റെ മാതാവ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഇന്ന ഉമ്മി ഖദമത് അലയ്യ വഹിയ റാഗിബത്തുൻ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് പറയാണ്, എൻ്റെ ഉമ്മക്ക് ഞാൻ ഏറ്റവും ആവശ്യമുള്ള ഒരാളാണ്, ഞാൻ എന്ത് ഈ വിഷയത്തിൽ ചെയ്യണം? നിൻ്റെ ഉമ്മയുമായുള്ള എല്ലാ ബന്ധങ്ങളും പാലിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നിർദ്ദേശിക്കുന്നു. മക്കം ഫത്തഹിൻ്റെ അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം ഉപ്പയെയും കൊണ്ടുവരുമ്പോൾ, എന്തിനാണ് ഈ പ്രായം ചെന്ന മനുഷ്യനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്? ഞാൻ അവിടെ വന്ന് കാണില്ലായിരുന്നോ എന്നാണ് ചോദിച്ചത്. നബിയെ, അങ്ങയുടെ അരികിൽ നടന്നു വരാൻ അദ്ദേഹം അർഹനാണ്, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത് എന്നാണ്. ഇങ്ങനെ ഓരോ വ്യക്തികൾക്കും നൽകേണ്ട അവകാശങ്ങളെ കൃത്യമായി പഠിപ്പിച്ചു. ജിഹാദിൻ്റെയും ഹിജ്റയുടെയും പേരിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങളുള്ള മാതാപിതാക്കളോട് പെരുന്നാളിന് വരാം എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട ആളുകൾക്ക് സലഫിയത്തിൻ്റെ പട്ടം ചാർത്തുന്ന മീഡിയ ടാഗിങ് അത് യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. കേരളത്തിൽ നിന്ന് പോയി എന്ന് പറയുന്നവർ അവർ പെരുന്നാളിന് വരാമെന്ന് പറഞ്ഞാണ് പുറപ്പെട്ടത്. പെരുന്നാളിന് നല്ല ചൂടുള്ള ബിരിയാണി വിളമ്പുമ്പോൾ സ്വന്തം മക്കളെ കാത്തിരിക്കുന്ന ആ മാതാപിതാക്കൾ രണ്ട് കാരണം കൊണ്ട്, ഒന്ന്, ജിഹാദിനാണ് പോകുന്നതെങ്കിൽ പെർമിഷൻ ആവശ്യമാണ്, മാതാപിതാക്കൾ അനുവദിക്കാത്ത ഒരാൾക്കും പോകാൻ പറ്റില്ല. രണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അനുവാദം വാങ്ങിക്കുന്നതിന് പകരം കളവ് പറയുകയാണ് ചെയ്തത്. ഇത്തരം ആളുകൾക്കൊക്കെ ഇതുപോലത്തെ ഹദീസുകൾ ചേർത്ത് വെച്ച് വായിക്കാൻ അവർ കൂടുതൽ അർഹരാണ് എന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കുകയാണ്, ഒരു പ്രത്യേക വിഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, അഹദൈതും ലിജാരിന, നിങ്ങൾ അയൽപക്കക്കാർക്ക് കൊണ്ടുപോയി കൊടുത്തോ, നിങ്ങൾ അയൽപക്കത്തെ മുസ്ലിങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്തോ എന്നല്ല, നിങ്ങൾ അയൽപക്കക്കാർക്ക് കൊണ്ടുപോയി കൊടുത്തോ എന്ന് തന്നെ ചോദിക്കുന്നു. മാസാല ജിബ്രീലു യുസീനി ബിൽ ജാരി ഹത്താ ലനന്തു അന്നഹു സയുവരിസുഹു. അയൽവാസിക്ക് സേവനങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച ജിബ്രീലിൻ്റെ ഉപദേശം കേട്ടിട്ട് അനന്തരാവകാശം കൊടുക്കേണ്ടി വരുമോ എന്നുവരെ ഞാൻ വിചാരിച്ചു പോയി എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് അത് അയൽപ്പക്കക്കാർക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത്. മാത്രമല്ല, അയൽപ്പക്കത്തെ വ്യക്തി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഉണ്ണുന്നവൻ്റെ വിശ്വാസം പൂർണ്ണമല്ലെന്ന് പഠിപ്പിച്ച ഇസ്ലാം പാത്രത്തിൽ വെക്കുന്ന ഭക്ഷണത്തിൽ മാത്രം അതിനെ പരിമിതപ്പെടുത്തുന്നില്ല. അയൽപ്പക്കത്തെ വ്യക്തി കീമോയുടെ മരുന്നുതുള്ളികൾക്ക് ക്യാഷ് ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ സെക്കൻഡ് ഫ്ലോറും അതിൻ്റെ മുകളിൽ
അണിയിക്കലും അലങ്കരിക്കലുമായി എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് നിൽക്കുന്നുവെങ്കിൽ എൻ്റെ സലഫിയത്ത് പൂർണ്ണമല്ലെന്നും എൻ്റെ വിശ്വാസത്തിൽ അപാകതകളുണ്ടെന്നും ഞാൻ പഠിക്കേണ്ടതുണ്ട്, ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ കുട്ടി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ അയൽപ്പക്കത്തുള്ള സമർത്ഥനായൊരു കുട്ടി അവൻ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഷോപ്പ് കീപ്പറായി മാതാപിതാക്കളുടെ ഭക്ഷണത്തിനു വേണ്ടി മരുന്നിനു വേണ്ടി അധ്വാനിക്കുന്നുവെങ്കിൽ എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ കാഴ്ചപ്പാടിൽ തകരാറുണ്ട് എന്ന് പഠിപ്പിച്ച രീതിയാണ് ഇസ്ലാം ഈ രംഗത്തൊക്കെ യഥാർത്ഥത്തിൽ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. മാത്രമല്ല അമുസ്ലിങ്ങളുമായി ക്രയവിക്രയം നടത്തുന്നത് ഇസ്ലാം വിലക്കിയിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്താകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പടയങ്കി ജൂതൻ്റെ കയ്യിലായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിൽ നിന്ന് ഹദിയകൾ സ്വീകരിച്ചിരുന്നു. ആഘോഷങ്ങളുടെയോ ആചാരങ്ങളുടെയോ ഭാഗമല്ലാത്ത ഹദിയകൾ സ്വീകരിച്ചിരുന്നു. അവസാനത്തെ ഒരൊറ്റ ഹദീസ് വായിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇൻ മരിൽ അഉത്തഹു, നീ അവൻ രോഗിയായാൽ അവനെ പോയി കാണണം. നീ അവന് കടം കൊടുക്കണം. അവന് എന്താ പറയുക, ആലംബമില്ലാത്തവനായി പോയാൽ സത്തർത്തഹു, അവന് നീ ആശ്വാസം കൊടുക്കണം, അവന് നീ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. വൈനസാബഹു ഖൈറുൻ ഹന്നതഹു, അവന് ഏതെങ്കിലും നിലക്കുള്ള സന്തോഷം വന്നാൽ അവന് നീ ആശംസകൾ കൈമാറണം. വൈനസാബതുഹു മുസീബത്തുൻ അസ്സൈതഹു, അവന് ഏതെങ്കിലും നിലക്കുള്ള ദുരിതങ്ങൾ ബാധിച്ചാൽ ആശ്വാസകനായി നീ ഉണ്ടാകണം. വലാ തർഫു ബിനാക ഫൗഖ ബിനായിഹി ഫതസുദ്ദ അലൈഹി റീഹ, നിന്റെ വീട് അവൻ്റെ വീടിൻ്റെ മേൽ ഉയർത്തിക്കെട്ടരുത്, അവൻ്റെ വീട്ടിലേക്കുള്ള കാറ്റു നീ തടയരുത്. വലാ തുദീഹി ബിരീഹിൻ ബിരീഹി ഖിദിരിക ഇല്ലാ അൻ തഗ്രിഫ ലഹു മിൻഹാ, നിന്റെ വീട്ടിലെ ചട്ടിയിൽ പൊരിക്കുന്ന മണം കൊണ്ട് അവനെ ദ്രോഹിക്കരുത്. അവനും നീ വിളമ്പിയത്, അവനും നീ പാചകം ചെയ്തത് എത്തിച്ചു കൊടുക്കണം എന്ന് പഠിപ്പിച്ച പാഠങ്ങളെ ആർക്കും ഇതിൽ നിന്നൊന്നും അടർത്തി മാറ്റാൻ സാധ്യമല്ലെന്നത് നമ്മൾ ഓരോരുത്തരും ഈ രംഗത്ത് മനസ്സിലാക്കുക. അതുകൊണ്ട് ബന്ധവിച്ഛേദങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ചിലർ വിഷയാധിഷ്ഠിതമായ വിയോജിപ്പായി ഇസ്ലാം പഠിപ്പിച്ച ബന്ധവിച്ഛേദങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നവർ ബന്ധം ചേർക്കലുകളെ കുറിച്ചുകൂടി സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു വീണ്ടും പറയാം, ഇസ്ലാമിൻ്റെ പരിശുദ്ധ രൂപമായ സലഫിയത്ത് അത് സ്നേഹമാണ്, അത് സംസ്കാരമാണ്, അത് നന്മയാണ്, അത് വിദ്വേഷമല്ലെന്ന് ലോകത്തിൻ്റെ മുന്നിൽ തീർച്ചയായും നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.